നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടുക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലാണെന്നും ഇടനില നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പോറ്റി വഴി നൽകിയത് 1.5 കോടി രൂപ. ചെന്നൈ, ആന്ധ്ര എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റി വഴി ബോർഡിന് പണം നൽകി. വ്യവസായികൾ നൽകിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വക മാറ്റി ചെലവഴിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പണം പലിശയ്ക്ക് നൽകിയാണ് പോറ്റി പണം സമ്പാദിച്ചതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഡിമണി എന്ന സംഘവും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. വിഗ്രഹ തട്ടിപ്പിനായിട്ടാണ് സംഘം എത്തിയത്. ഒരു വാഹനം നിറയെ പണവുമായി എത്തിയെന്നാണ് കിട്ടിയ വിവരം എന്നതടക്കമുള്ള വ്യവസായിയുടെ മൊഴി നിർണായകമായി മാറുന്നുണ്ട്. ഒരു കേന്ദ്രത്തിൽ പൊതിഞ്ഞുവെച്ച നിലയിൽ ഈ സംഘം വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്നതും കണ്ടു. സ്വർണ്ണക്കൊള്ള FSL റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. VSSIയുടെ സഹായത്തോടെയാണ് സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. കാലപ്പഴക്കമടക്കം നിർണ്ണയിച്ചായിരിക്കും നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തുക. വളരെ ഒരു സങ്കീർണം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് കേസ് എത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBIയും ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് അന്വേഷിക്കുന്നു. അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നു. അതിനെ പരമാവധി സർക്കാരും അതുപോലെ തന്നെ SITയും ഒക്കെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സമാന്തരമായ ഒരു അന്വേഷണം വേണ്ട, മാത്രമല്ല മറ്റു ചില രേഖകൾ SITക്ക് EDക്ക് കൈമാറാൻ SITക്ക് സാധിക്കില്ല എന്നടക്കമുള്ള വാദങ്ങൾ SIT മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അനുവദിച്ചത്. അതിനിടയിൽ ഇതാ CBI അന്വേഷണവും കൂടി ഇനി ഈ കേസിൽ ഉണ്ടാകുന്നു എന്ന നിർണായകമായ വിവരം. കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. CBI അന്വേഷണത്തിനും കൂടി ഹൈക്കോടതി ഉത്തരവിടുമോ, CBI കൂടി ഈ അന്വേഷണം ഏറ്റെടുക്കാൻ ഇറങ്ങുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസികളൊക്കെ കേസിന്റെ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നു. അത് സർക്കാരിന് വീണ്ടും വലിയൊരു തിരിച്ചടിയായിട്ട് ഇരുട്ടടിയായിട്ട് മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എന്നാൽ CBI അന്വേഷണത്തെ കാര്യത്തിൽ ഹൈക്കോടതി എന്താണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഏവരും ഉറ്റുനോക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ വെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ 2021 അയ്യപ്പന് ചാർത്താനായി നൽകിയ 10 പവന്റെ സ്വർണ്ണമാല ദേവസ്വം ബോർഡ് കണക്കിൽപ്പെട്ടത് 2 വർഷത്തിന് ശേഷമെന്ന നിർണായകമായ കണ്ടെത്തലും ഉണ്ടായിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാളികപ്പുറത്തെ ഒരു ശാന്തിക്കാരനെയാണ് മാല ഏൽപ്പിച്ചതെന്നാണ് വിവരം. ശബരിമല പാളികളിലെ സ്വർണം വാങ്ങിയ ശേഷം ഗോവർദ്ധന് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രായച്ചിത്തമായിട്ട്, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രായച്ചിത്തം എന്ന രീതിയിൽ ഈ മാല നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ദേവസ്വം ഓഫീസിലെത്തി, പക്ഷേ രസീതിനായി വിലാസം നൽകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാളികപ്പുറം മേൽശാന്തിയുടെ സഹായിയെ ഇത് ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇയാൾ ഇത് മഗസറിൽ രേഖപ്പെടുത്തുകയോ അധികൃതരെ അറിയിക്കുകയോ ചെയ്തില്ല. മറിച്ച് അത് ചെയ്യാതെ മാളികപ്പുറത്ത് ചാർത്തി പൂജിക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തി നൽകിയ സ്വർണം അനുമതിയില്ലാതെ തിരുവാഭരണമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിയമം ഇരിക്കെ ഗുരുതര ചട്ടലംഘനം ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന കണ്ടെത്തലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷം മാലയുടെ ബില്ല് ചോദിച്ച് ഗോവർദ്ധൻ ബോർഡിന് മെയിൽ അയച്ചു. ഇതേ തുടർന്നുള്ള ആ അന്വേഷണത്തിലാണ് കണക്കിൽ ചേർക്കാതെ മാല മാളികപ്പുറത്ത് ചാർത്തിയതായി കണ്ടെത്തിയത്. തുടർന്ന് നിയമോപദേശം സ്വീകരിച്ച ശേഷം ബോർഡ് ബില്ല് നൽകുകയും ചെയ്തു. ശബരിമലയിലെ വേർതിരിച്ച സ്വർണം കൈപ്പറ്റിയത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രായച്ചിത്തം ചെയ്തുവെന്നും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ദേവസ്വം അന്നദാന ഫണ്ടിലേക്ക് 99 ലക്ഷം രൂപ സംഭാവന നൽകിയതായും മൊഴി നൽകിയിട്ടുണ്ട് ഗോവർദ്ധൻ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 9,99,995 രൂപ 5 ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് ബെല്ലാരിയിലെ റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് അന്നദാന ട്രസ്റ്റിലേക്കാണ് ഈ തുക കൈമാറിയത്. പണം നൽകിയതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് കൂടാതെ ശബരിമല അയ്യപ്പ സ്വാമിക്ക് ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണമാലയും താൻ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്നും
ഗോവർദ്ധന്റെ വെളിപ്പെടുത്തൽ. ഈ സ്വർണ്ണമാലയ്ക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 43,000 രൂപ മുടക്കി ഇൻഷുറൻസ് എടുത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന ഒരു ഗുരുതര ആരോപണം ഗോവർദ്ധൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ബെല്ലാരിയിൽ തന്നിൽ നിന്ന് 474 ഗ്രാം സ്വർണം റിക്കവറി ചെയ്തുവെന്നും ഇത് ഏകദേശം 59 ലക്ഷം രൂപയുടെ മൂല്യമാണുള്ളതെന്നും ഗോവർദ്ധൻ പറയുകയുണ്ടായി. സ്വർണത്തിന് പകരമുള്ള പണം ദേവസ്വത്തിന് നൽകിയ സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പിടിച്ചെടുത്തതിലൂടെ തനിക്ക് ഇരട്ടി നഷ്ടം സംഭവിച്ചുവെന്നാണ് ഗോവർദ്ധൻ കോടതിയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്റെ ബന്ധം 2009 കാലഘട്ടം മുതലുള്ളതാണെന്ന് ഗോവർദ്ധൻ വെളിപ്പെടുത്തി. കന്നഡയും ഇംഗ്ലീഷും മാത്രം അറിയാമായിരുന്ന തനിക്ക് പടിപ്പൂജ ബുക്ക് ചെയ്യാൻ പോറ്റി സഹായിച്ചതോടെയാണ് ഈ സൗഹൃദം തുടങ്ങിയത്. തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിന് പൂർണ്ണമായും പണം മുടക്കിയത് താനാണെന്നും ഗോവർദ്ധൻ പറയുന്നു. തേക്ക് തടിയിൽ ചെമ്പുപാളികൾ പതിച്ച് അതിൽ സ്വർണം പൂശുന്നതിനുള്ള ചിലവുകൾ താനാണ് വഹിച്ചത്. പിന്നീട് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശുന്നതിലും സ്പോൺസറാകാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയതിന്റെയും പടിപ്പൂജ ബുക്ക് ചെയ്തതിന്റെ രേഖകൾ സഹിതമാണ് ഗോവർദ്ധൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. കേസിൽ പിടിയിലായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ദേവസ്വം ജീവനക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ടിൽ വ്യക്തമാണ്. ശബരിമലയിലെ പാളികൾ സ്വർണം പൂശിയതാണെന്ന് 2 പേർക്കും അറിയാമായിരുന്നു. പോറ്റിയുടെ സഹായത്തോടെ പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു. സംഭാവനകൾ നൽകുന്നവരെന്ന നിലയിൽ പ്രതികൾക്ക് ബോർഡ് ജീവനക്കാർക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. വേർതിരിച്ചെടുത്ത സ്വർണം പ്രതികൾ എന്ത് ചെയ്തുവെന്ന് കണ്ടെത്തണം. ശബരിമല സ്വർണമാണെന്ന അറിവോടെയാണ് ഗോവർദ്ധൻ സ്വർണം വാങ്ങിയത്. സ്മാർട്ട് ക്രിയേഷൻ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിവരം. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധം കണ്ടെത്താൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചു എന്തുകൊണ്ട് ശങ്കർദാസ്, വിജയകുമാർ എന്നിവരിലേക്ക് SIT എത്തിയില്ല, അവരെന്തുകൊണ്ട് ഒഴിവാക്കി എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഹൈക്കോടതി SITയോട് ഉന്നയിച്ചിരുന്നു. എന്തായാലും ശങ്കർദാസ്, വിജയകുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ കടക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.